Glory to God. Hallelujah. Praise to Jesus. ദൈവസാന്നിധ്യം അളവില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നത്തെ ഈ ആരാധനയിൽ സൂമിലും യൂട്യൂബിലുമായി പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ കൂട്ടായ്മയിലേക്ക് ഹാർദവമായ സ്വാഗതം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ നിയോഗത്തോടെ നടക്കുന്ന ഈ പ്രാർത്ഥനാ യോഗം, ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയുന്നതിന് മുൻപേ എൻ്റെ ദൈവം ഇതിൻ്റെ മധ്യത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സകലതും ഒരെണ്ണം പോലും കുറയാതെ ചെയ്യും. നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ വാക്കിനോടുകൂടെ ചേർന്ന് ഈ ഒരു ആത്മനിയോഗത്തോടുകൂടെ ചേർന്ന് പ്രതികരിക്കാൻ കഴിയും? പ്രതികരിക്കാൻ കഴിയുന്നവർ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. അത് ആമേനായിട്ടോ സ്തോത്രങ്ങളായിട്ടോ, നിങ്ങൾ കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ അടിച്ചോ, എങ്ങനെയാണെങ്കിലും നിങ്ങൾ പ്രതികരണ ശേഷിയുള്ളവരായിട്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ക്രിയ ചെയ്യും. ഇതൊരു വിടുതലിൻ്റെ ലെവലിലായിരിക്കും പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത്. സന്ദേശം വളരെ കാമായിട്ട് ഞാൻ പറഞ്ഞു പോകും. പക്ഷെ ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തമര് വെച്ച് പൊട്ടിക്കുന്നത് പോലെ പലതും ഇന്ന് പൊട്ടി മാറാൻ പോവുക. ഇന്ന് പൈശാചിക ശക്തികളും മണ്ഡലങ്ങളും ഒരുപോലെ പിടിമുറുക്കി വെച്ചിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇന്ന് ദൈവാത്മാവ് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത അതാ. ഈ സമയത്തിൽ മാളത്തിനകത്തിരിക്കുന്നതും കൂടെ പുറത്തിറങ്ങുന്ന സമയമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? മാളത്തിനകത്ത് പതിയിരിക്കുന്നതും കൂടെ പുറത്തിറങ്ങുന്നൊരു സമയമായതുകൊണ്ട് ഇന്ന് അതിൻ്റെ നേരെയായിരിക്കും സ്വർഗം വിരൽ ചൂണ്ടാൻ പോകുന്നത്. സ്വർഗം വിരൽ ചൂണ്ടാൻ പോകുന്നത്. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തരുടെ ഭവനത്തിനും നമുക്കുള്ളവർക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ ചിറക് വിരിച്ചു പിടിച്ച് കഴിഞ്ഞു. ഇന്ന് ആ സംരക്ഷണയിൽ നിന്നുകൊണ്ട് എന്നോടും നിങ്ങളോടും ചെയ്യാൻ ആത്മാവ് പറയുന്നത് ചെയ്യാൻ പോവാം. ഓക്കെ, എനിവേ, ഇന്ന് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചേക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് ഇതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 31-32 വാക്യങ്ങൾ. എല്ലാവരും ബൈബിൾ എടുക്കണം. എല്ലാവരും ബൈബിൾ എടുക്കണം. ഈ വചനം റോമർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. മൈക്ക് മ്യൂട്ട് ചെയ്യണം. എല്ലാവരുടെ മൈക്കും ശ്രദ്ധിക്കണം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, റോമർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോട് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തടുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ച വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പൗലോസ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന ഒരാവശ്യത്തിനകത്ത് ഒരു വാക്ക് നമ്മൾ ഇന്ന് രാത്രി എടുക്കാൻ പോവാം. ഈ സമയം നമ്മൾ ആ വാക്കെടുക്കാൻ പോവാം. ഒന്നുകൂടെ വായിക്കാൻ പോവാം. നമ്മൾ ശ്രദ്ധിച്ചേ. എന്നാൽ സഹോദരന്മാരെ, യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന്. ഒന്ന്, ആ വാക്ക് നമ്മൾ എടുക്കുന്നു. യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിന്. ആ വാക്ക് നമ്മൾ എടുക്കുന്നു. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന്. ആ വാക്ക് നമ്മൾ എടുക്കുന്നു.
നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. ആ വാക്ക് നമ്മൾ എടുക്കുന്നു. 4 കാര്യങ്ങൾ നമ്മളിങ്ങെടുക്കുക. ആരാമേൻ പറഞ്ഞേ? 4 കാര്യങ്ങൾ. മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾ നടക്കണമെങ്കിൽ 4ാമത് പറഞ്ഞ പ്രാർത്ഥനയിലെ പോരാട്ടം ഒരുമിച്ച് നടത്തണം. ആമേൻ. എത്ര പേര് ഉണർന്നിരുന്ന ആമേൻ പറയും? 4ാമത് പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും വിട്ടുവീഴ്ച വന്നാൽ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾ ഭാഗികമായി നടന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ജയകരമാകുന്ന നിലകളിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ പിൻതാങ്ങായി നിൽക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ തന്നെയാണ്. പ്രാർത്ഥനകൾ പല വിധത്തിലുണ്ട്, പല രീതികളിലുണ്ട്, പല നിലവാരങ്ങളിലുണ്ട്, പല ശൈലികളിലുണ്ട്. എന്നാൽ പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനകത്ത് പകരം വെക്കാനില്ലാത്ത, ഉപാധികളില്ലാത്ത ഒരു സമർപ്പണവും വിശ്വാസവും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ശൈലിയെയാകുന്നു നാം ആ പദം ഉപയോഗിച്ച് അഡ്രസ് ചെയ്യുന്നത്. പോരാടി പ്രാർത്ഥിക്കുക. പൗലോസിന് തൻ്റെ സഹോദരന്മാർക്ക് സഹായം കൊണ്ടുപോകുന്ന സമയം, ഞാൻ ദൈവത്തിൻ്റെ കൈകളാൽ ഉപയോഗിക്കപ്പെടേണ്ടതിനും ഞാൻ ചെയ്യുന്ന കർമ്മം ജയകരമാകേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടിയും കൂടെ ഇന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണേ എന്ന് പറഞ്ഞാൽ പോരെ. എന്നാൽ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഒരുപോലെ ഒരു കർമ്മം ചെയ്യണമെന്ന് പൗലോസ് പറയുകയാണ്. അത് നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം. പോരാട്ടം എന്തിനാണ് പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം? പോരാട്ടമുള്ളവരല്ലേ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത്? പിന്നെ പ്രാർത്ഥനയ്ക്കകത്തും പോരാട്ടം എന്തിനാണ് എന്നൊരു ചോദ്യത്തിന് വളരെ പ്രസക്തി ഉയരുന്നുണ്ട്. നിങ്ങൾ എന്ന വ്യക്തിയെ, ഞാൻ എന്ന വ്യക്തിയെ പ്രാർത്ഥനയിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നത് മാനുഷികമാകുന്ന നിലകളിൽ ഉളവാകുന്ന പോരാട്ടങ്ങളാണെങ്കിൽ, മനുഷ്യരിൽ നിന്നുയരുന്ന പോരാട്ടങ്ങളാണെങ്കിൽ, മനുഷ്യനാൽ ഉണ്ടാകുന്ന പോരാട്ടങ്ങളാണെങ്കിൽ, സാഹചര്യങ്ങളാൽ ഉണ്ടാകുന്ന പോരാട്ടങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും പ്രാർത്ഥനയിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നത് പ്രാർത്ഥിച്ചേ പറ്റൂ, ഇത് പ്രാർത്ഥിച്ചാലേ വിടുതലുള്ളൂ എന്ന ഒരു തീരുമാനത്തോടെ പ്രാർത്ഥനയിലേക്ക്, പ്രാർത്ഥനാ പായിലേക്ക്, പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യനിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരിൽ നിന്ന് ഉയരുന്ന പോരാട്ടങ്ങളാണെങ്കിൽ, ചില സാഹചര്യങ്ങളാൽ ഉളവാകുന്ന വേദനയിൽ നിന്നുണ്ടാകുന്ന പോരാട്ടങ്ങളാണെങ്കിൽ, ചില കാര്യങ്ങൾ നടക്കാത്ത നിലയിലുള്ള പോരാട്ടങ്ങളാണെങ്കിൽ, എല്ലാ കാര്യത്തിനും തടസ്സമാണല്ലോ എന്ന നിലയിലുള്ള പോരാട്ടങ്ങളാണെങ്കിൽ, ആ വ്യക്തി പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുമ്പോൾ ഏതൊക്കെ ഫോഴ്സാണോ ഇതിന് കാരണമായത്, നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ പോരാട്ടം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് പ്രതികൂലമാക്കിയ സ്പിരിറ്റ് ഏതാണോ, ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആക്കിയ സ്പിരിറ്റുകൾ ഏതൊക്കെയാണോ, നിങ്ങൾക്ക് എല്ലാത്തിനും തടസ്സമെന്ന് നിങ്ങൾ പറയേണ്ടി വന്ന കാരണക്കാരനായ സ്പിരിറ്റ് ഏതൊക്കെയാണോ, ഇവരെല്ലാം നിന്റെ പ്രാർത്ഥനാ മധ്യത്തിൽ വെളിപ്പെടും. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിന് അകാരണമായ ദുഃഖമുണ്ടാകുന്നു. അതെന്താണോ എന്തോ, എന്നാ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് നിങ്ങൾ കരുതി മുറിക്കകത്തേക്ക് പോകുമ്പോൾ അകാരണമായി നിന്റെ മാനസിക തലങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സ്പിരിറ്റ് എന്താണോ അത് നിന്റെ പ്രാർത്ഥനാ മധ്യത്തിൽ വെളിപ്പെടും. വന്നിട്ട് ചിരിച്ചോണ്ടിരിക്കത്തില്ല, നിന്റെ വായെ ബന്ധിക്കാൻ ശ്രമിക്കും. പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ അതേ പായിൽ ചരിഞ്ഞ് കിടക്കുമാറാക്കും. വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ വായിക്കാൻ പറ്റാത്ത പോലെ നിങ്ങൾക്ക് കോട്ടുവാ കൊണ്ടുവന്ന് അതിനെ അടച്ചു വെപ്പിക്കുമാറാക്കും. അല്ലാതെ നിങ്ങളുടെ മുടി കത്തിരിച്ചോണ്ട് പോകത്തൊന്നുമില്ല. നിങ്ങളെ
നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ സ്തംഭിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ മേഖലയിലും നിന്നെ സ്തംഭിപ്പിക്കുക എന്നതാണ് ശത്രുവിൻ്റെ ഉദ്ദേശം. എന്തുകൊണ്ടാണ് അങ്ങനെ? ദൈവമില്ലാത്തവർ നന്നായിട്ട് ജീവിക്കുന്നില്ലേ എന്നൊക്കെ നമ്മൾ പറയും. അവരോട് പോയി ചോദിച്ചു നോക്കണം കാര്യം എങ്ങനെയാണെന്ന്. സ്തോത്രം. അപ്പോ ഈ ഒരു ഘട്ടത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ച പോരാ, നിങ്ങൾ എന്നോട് കൂടെ. ഇവിടെ 2 വാക്കുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണമെന്ന് പറഞ്ഞിട്ട് പൗലോസ് പോയില്ല. നിങ്ങൾ എന്നോട് കൂടെ പ്രാർത്ഥനയിൽ പോരാടണം. എന്നോട് കൂടെ പ്രാർത്ഥനയിൽ പോരാടണം. ഒരു സഹകരണത്തെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരുമായി സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ മടിയായിട്ടല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് പൊതുവായിട്ട് വെച്ച്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് യൂട്യൂബിലും കൂടെ കണക്ട് ചെയ്തതെന്നറിയാം. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള മീറ്റിംഗ്സ് സൂമിൽ പ്രൈവറ്റ് ആയിട്ട് വെക്കുകയാണ് പതിവ്. അതിൻ്റെ ലൈവ് കൊടുക്കുന്നത് മുന്നേ എനിക്കൊരു ശീലം ഇല്ലായിരുന്നു. എന്നാൽ ഒരുപാട് പേര് ആ സൂമിൽ കയറാൻ അറിയാത്തത് കൊണ്ടും അവർക്ക് അതിനകത്ത് കണക്റ്റ് ആകാത്തത് കൊണ്ടും എല്ലാം കൊണ്ടാണ് നമ്മളിപ്പോൾ അത് യൂട്യൂബിലോട്ടും കൂടി ഇത് കൊടുക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കി, ഒരു കൂട്ടം ജനം ഞങ്ങളെ സ്നേഹിക്കുന്നു, ഈ പ്ലാറ്റ്ഫോമിനെ സ്നേഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിന് വർധനവുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ദൈവസ്നേഹത്തിൽ വർധനവുള്ളവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ മനസ്സിലാക്കുന്നു, കേവലം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരിതല്ല. അവർക്ക് ദൈവത്തോടൊരു വല്ലാത്ത സ്നേഹമുണ്ട്. ഒരു ദിവസം നമ്മുടെ മോർണിംഗ് മെസ്സേജ് കണ്ടില്ലെങ്കിൽ കൃത്യം 6:35 മെസ്സേജ് അയക്കുന്നവരുണ്ട്. പാസ്റ്റർ ഇന്ന് മോർണിംഗ് മെസ്സേജ് കണ്ടില്ല ചോദിക്കുന്നവരുണ്ട്. ഈവനിങ്ങിൽ നമുക്ക് മീറ്റിങ്ങിൻ്റെ പോസ്റ്റർ 6 മണിയോടെ കിട്ടിയില്ല, അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല എന്ന് ഉടനെ ചോദിക്കുന്നവരുണ്ട്. പാസ്റ്റർ ഇന്ന് ഈവനിങ് മെസ്സേജ് ഇല്ലേ ചോദിക്കുന്നവരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ഒരു കൂട്ടം ജനത്തിന് ആഴമായ ഒരു ദൈവസ്നേഹം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനകത്തുകൂടെ ദൈവം ഓപ്പൺ ചെയ്തെടുത്തു. എന്നോട് ഒത്തിരി പേർ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഒന്നിതാണ്, പണ്ടൊന്നും ഇല്ലാത്ത ഒരു ദൈവസ്നേഹവും ഒരു ദൈവവിശ്വാസവും ഒരു താല്പര്യവും ആത്മീയ ജീവിതത്തോടൊരു താല്പര്യമൊക്കെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നടന്ന ശുശ്രൂഷകളിലൂടെ കർത്താവ് അവരുടെ ലൈഫിൽ റീഓപ്പൺ ചെയ്തെടുത്തു. ഒരു കാലത്തുണ്ടായി മുടങ്ങിപ്പോയ പ്രാർത്ഥനാ ജീവിതം കർത്താവ് ഇതിനകത്ത് നടന്ന ശുശ്രൂഷകളിലൂടെ റീഓപ്പൺ ചെയ്തെടുത്തു. അപ്പോൾ എവിടെ പോയി? ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം പെട്ടെന്ന് അത് കെട്ടപ്പെട്ടു പോയി. ഒരു ശുശ്രൂഷയിൽ അത് വീണ്ടും റീഓപ്പൺ ആയി. അപ്പൊ എവിടെ പോയി? ചില ദിവസങ്ങളിലുള്ള ആ പ്രാർത്ഥനയുടെ ബന്ധിക്കപ്പെട്ട അവസ്ഥകളെ എന്ത് പേര് പറഞ്ഞു വിളിക്കാം? പൈശാചിക പോരാട്ടം എന്ന് പറഞ്ഞ് തന്നെ വിളിക്കാം. ഹല്ലേലൂയ. ഒന്നും കൂടെ പിശാചിനെ ഒഴിവാക്കി നിർത്തണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളെ ഭയപ്പെടുന്ന ഒരു തലം അതിനെ തടഞ്ഞു, അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ജനത്തിന് ആത്മാവിൽ വളരണം, ആത്മീയ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അത് ലൈവ് കൊടുത്തേക്കുന്നത് യൂട്യൂബിൽ. എന്നതുപോലെ ഈ ഒരു കൂട്ടം ജനവുമായി ചേർന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ഭയങ്കര വിടുതൽ നടക്കും. ഞാൻ മാത്രം പ്രാർത്ഥിച്ച വിടുതൽ നടക്കും. എന്നാൽ നിങ്ങളോട് കൂടെ ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക തലത്തിലുള്ള ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും ആത്മമണ്ഡലത്തിൽ. അതാണ് സഭയുടെയും കൂട്ടായ്മയുടെയും കൂട്ടായ പ്രാർത്ഥനയുടെയും ചെയിൻ. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ചെയിൻ പ്രയർ ഒക്കെ നടക്കുന്നുണ്ട്. ചെയിൻ പ്രയർ നടക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ജോയിൻ ചെയ്യണം. ആ ചെയിൻ പ്രയറുകൾക്കകത്ത് എല്ലാം ഈ ചെയിൻ പ്രയർ എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസി മറ്റൊരു വ്യക്തിയുമായിട്ട് കണക്റ്റായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ നിങ്ങൾക്കിട്ട ചെയിനുകളാണ് പൊട്ടാൻ പോണേ. അല്ലെങ്കിൽ അതാണ് ആ സഭയുടെ പ്രത്യേകത. ആ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്നൊക്കെ വചനത്തിൽ പറയുന്ന ശ്രദ്ധയേറിയ പ്രാർത്ഥന. ദീനക്കാരനെ സൗഖ്യമാക്കും, കാരാഗ്രഹങ്ങൾ തുറക്കും. അതാണ് ആ കൂട്ടായ്മയുടെ പ്രത്യേകത. അതാ പൗലോസും ഇവിടെ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്നോട് കൂടെ പ്രാർത്ഥിക്കണമെന്നല്ല, പ്രാർത്ഥനയിൽ പോരാടണം.
പൗലോസിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പോരാട്ടം? മറ്റാരെ കൊണ്ടും നടക്കാത്ത കാര്യങ്ങൾ പൗലോസിനെ കൊണ്ട് നടക്കുന്നത് കൊണ്ടും, മറ്റൊരു അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല പൗലോസ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് കൊണ്ടും തന്നെയാണ്. പൗലോസ് തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, ഞാനാണ് ഏറ്റവും കൂടുതൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നത്. എന്നാ പിന്നെ നമ്മുടെ കാര്യം പറയണോ? ഏറ്റവും കൂടുതൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ഞാനാണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പോരാട്ടം അനുഭവിക്കുന്നതും ഈ പറയുന്ന ഞാനാണ്, പൗലോസാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടുവിൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? പ്രാർത്ഥനയിൽ പോരാട്ടം എന്തിനാണ്? പോരാട്ടം ഒന്ന്, അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ, വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കാൻ, നിന്റെ പേരിലുള്ളതിനെ അപഹരിക്കാതെ സംരക്ഷിക്കാൻ, നിന്റെ സുരക്ഷിതത്വത്തെ തകർത്ത് കളയാതെ നിലനിർത്താൻ, നിന്റേതായതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതിനാണ് പോരാട്ടം. നിന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ, നിന്റെ ഭവനത്തെ സംരക്ഷിക്കാൻ, ആത്മീയ ജീവിതത്തെ സംരക്ഷിക്കാൻ, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ. എന്തിനാണ് മഴയത്ത് കുട നിവർത്തുന്നത്? ഒരു പ്രിവെൻഷനാണ്. നനയരുത് എന്നുള്ളത് കൊണ്ടുള്ളൊരു പ്രിവെൻഷനാണത്. എന്നതുപോലെ പ്രയർ എന്ന് പറയുന്ന ഒരു പ്രിവെൻഷനാണ്. എനിക്കറിയാം, ഈ പോരാട്ടം ഉണ്ടാകുമ്പോൾ മാത്രം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. അതൊരിക്കലും ഒരു പ്രിവെൻഷൻ ആകുകയില്ല. തീർത്ത് പറയാം, അതിനകത്ത് നമുക്ക് അങ്ങനെ ജയിക്കാനും നോക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു സ്വസ്ഥത വരാൻ വേണ്ടി, പിന്നെ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി മാത്രം ബൈബിൾ തുറന്ന് ദൈവം എന്ത് വചനം പറയുന്നു എന്ന് നോക്കുന്നവരുണ്ട്. അതൊന്നും ഇതിനകത്ത് വരത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കകത്തേ വരത്തില്ല അങ്ങനത്തെ ഒരു കാര്യം, അങ്ങനെയുള്ള ആൾക്കാർ. കാരണം പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടുവിൻ. എന്നും പ്രാർത്ഥിക്കുന്നവനും പോരാട്ടം, പിന്നെയാണോ വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നവരുടെ കാര്യം? എന്നും വചനം സംസാരിക്കുന്നവർക്ക് പോരാട്ടം, പിന്നെയാണോ വല്ലപ്പോഴും വചനം തുറന്നു നോക്കുന്നവരുടെ കാര്യം? പൗലോസ് പറയുന്നു, പോരാടുവിൻ. പ്രയർ എന്ന് പറയുന്നത് ഒരു പ്രിവെൻഷനും കൂടെയാണ്. സാത്താനെ തടയാൻ, അവൻ്റെ പദ്ധതികളെ തടയാൻ, അവൻ്റെ ഉദ്ദേശങ്ങളെ തടയാൻ ഉള്ളൊരു പ്രിവെൻഷനും കൂടെയാണ്. എന്തിനൊക്കെ വേണ്ടിയാണ് പൗലോസ് ഇപ്പോൾ വെറും 3 കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ പോരാടണമെന്ന്. പൗലോസ് പറയാ, നിങ്ങൾ വെറും 3 കാര്യം നടക്കാൻ വേണ്ടി പൗലോസ് പറയാ പോരാടണം. എന്താണ്? ഒന്ന്, ശ്രദ്ധിച്ചേ, യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന്. പൗലോസ് ഈ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്തെല്ലാം എല്ലാവരും പുള്ളിക്ക് കുട നിവർത്തി പിടിച്ചുകൊണ്ട് വെയിൽ കൊള്ളിക്കാതെ കൊണ്ടു നടക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് എതിരാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് എതിരാണ്. ഏറിയ ജനവും അദ്ദേഹത്തിലൂടെ നടക്കുന്ന അത്ഭുത കാര്യങ്ങൾക്ക് എതിരാണ്, ദൈവപ്രവർത്തികൾക്ക് എതിരാണ്. അപ്പോൾ ദൈവപ്രവർത്തികൾക്ക് എതിർ നിൽക്കുന്നവരിൽ നിന്ന് എനിക്ക് സംരക്ഷണം കിട്ടുക, അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടാൻ. ഇന്ന് ഞാൻ ആത്മാവിൽ നിന്നെ നോക്കി ഒരു ദൂത് പറയുകയാണ്. ഈ മെസ്സേജ് താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രയറിൽ താങ്കൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളെ വിടത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുന്ന ചില ഇരുട്ടിൻ്റെ കരങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തോടെ നിന്നെ വലിച്ചു പുറത്തെടുക്കാൻ പോവുകയാണ്. ഒരു വാക്വം വെച്ച് വലിച്ചെടുക്കുന്നത് പോലെ, ചില പൈശാചിക കരങ്ങളിൽ നിന്ന്, ഇരുട്ടിൻ്റെ കരങ്ങളിൽ നിന്ന്, നിനക്ക് എതിർ നിൽക്കുന്ന മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന്, അവരുടെ ചിന്തയിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന്, അവരുടെ കെണിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇതിനകത്ത് ആരെയൊക്കെയോ ദൈവം വലിച്ചെടുത്തു തുടങ്ങുകയാണ്. ഈ സെക്കൻഡ് മുതൽ വലിച്ചെടുത്തു തുടങ്ങുകയാണ്. ഒരു പ്രാർത്ഥനയുടെ കാന്തിക ശക്തിക്ക് പൗലോസിനെ യഹൂദന്മാരുടെ ദുഷ്ടകരങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുമെന്ന് താൻ ഉറച്ചിരുന്നത് കൊണ്ടാണ് പ്രാർത്ഥിച്ച മാത്രം മതി എന്ന് പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞവരോട് ആരോടും കൂടെ വരാൻ പറയാത്തത്, നിങ്ങളുടെ പോരാട്ടത്തിന്റെ പ്രാർത്ഥന മാത്രം മതി എന്ന് താൻ ഉറച്ചിരുന്നത് കൊണ്ടാണ്. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഈ പ്രയറിന് ചില കരങ്ങളെ തുറക്കാൻ കഴിയും?
ഞാൻ ആത്മാവിൽ അത് പ്രവചിക്കുന്നു. ഒരു കൂട്ടം ദുഷ്ടകരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ മറ്റ് ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിന്റെ മുമ്പിൽ തുറക്കാത്ത കരങ്ങൾ തുറക്കാൻ പോകുകയാണ്. നിന്റെ മുമ്പിൽ തുറക്കാത്ത കരങ്ങൾ തുറക്കാൻ പോവുകയാണ്. ഞാൻ ആ പ്രവചനം ഈ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിലേക്ക് തുറക്കാത്ത കരങ്ങൾ, ഇതുവരെ തുറന്നിട്ടില്ലാത്ത കരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. രണ്ട് കാര്യങ്ങൾ ആത്മാവ് എനിക്ക് വെളിപ്പാട് തരുന്നു. ഒന്ന്, ഇന്ന് ഒരു കരം തുറക്കുന്നത് ദുഷ്ടന്റെ കരമാണ്. കാരണം നീ വിടുവിക്കപ്പെടാൻ വാക്കുകൾ കൊണ്ട് നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടകരം ഇന്ന് തുറക്കാൻ പോകുക. നീ ആ പിടിവിട്ട് പുറത്തു വരും. നിനക്ക് നേരെ തുറക്കേണ്ട കരങ്ങൾ തുറക്കാത്തത്, നിന്റെ അവകാശങ്ങളുടെ കരങ്ങൾ ഇന്ന് തുറന്നു വരും. നിന്റെ ഭാഗ്യത്തിന്റെ കരങ്ങൾ തുറന്നു വരും. നിന്റെ വിടുതലിന്റെ കരങ്ങൾ തുറന്നു വരും. നന്മയുടെ കരങ്ങൾ തുറന്നു വരും. കരുതലിന്റെ കരങ്ങൾ തുറന്നു വരും. യേശുവിന്റെ നാമത്തിൽ ആരൊക്കെയാണോ കൈ മുറുകെ പിടിച്ചിരിക്കുന്നത്, നിന്റെ മുമ്പിൽ തുറക്കാതവണ്ണം കൈ മുറുകെ പിടിച്ചിരിക്കുന്നത്, നിന്റെ മുമ്പിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ കരം തുറന്നു വരും. Amen. Glory. രണ്ട് കാര്യങ്ങളാ പൗലോസ് പറയുന്നത്. കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം. വിടുതൽ സംഭവിക്കേണ്ടത് കൈകൾക്കല്ലേ? വിടുതൽ സംഭവിക്കേണ്ട കൈകൾക്കല്ലേ? ആണ് അല്ലേ? വിടുതൽ സംഭവിക്കേണ്ടത് കൈകൾക്കല്ലേ? നീ കൈകൾ കൊണ്ട് ചെയ്യുന്നതെല്ലാം അബദ്ധമായി പോയിട്ടില്ലേ? നിങ്ങൾ കൈകൊണ്ട് തൊടുന്നതെല്ലാം നഷ്ടത്തിൽ പോകാറില്ലേ? നിങ്ങൾ കയ്യിൽ പിടിച്ചു വെക്കുന്നതെല്ലാം കയ്യിൽ നിന്ന് ചോർന്നു പോകാറില്ലേ? വിടുതൽ സംഭവിക്കേണ്ടത് കൈക്കല്ലേ? എത്ര അത്യുധ്വാനം ചെയ്തിട്ടും മര്യാദയ്ക്ക് സാലറി പോലും കിട്ടാത്തവർ ഇതിനകത്തുണ്ട്. എത്ര അത്യുധ്വാനം ചെയ്തിട്ടും മര്യാദയ്ക്ക് ഒന്നും സമ്പാദിക്കാൻ കഴിയാത്തവർ ഇതിനകത്തുണ്ട്. കൂട്ടിവെക്കാൻ കഴിയാത്തവരുണ്ട്. എത്ര തന്നെ ഉറക്കളച്ചിട്ടും ഒന്നും നിന്റെ കൈകളിലേക്ക് വരാത്തവർ ഈ കൂട്ടായ്മയിലുണ്ട്. ഇന്ന് ഈ കരങ്ങളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യാൻ പോകും. ഒന്ന് പറയാൻ പറ്റുമോ? ഞാനത് കാണിക്കാനാ പറഞ്ഞു. ഈ കരങ്ങളെ കർത്താവ് ആ കെട്ടിൽ നിന്ന് സൗഖ്യാക്കാൻ പോവാ. കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം. എല്ലാ കൈയും മോനെ, എല്ലാ കൈയും നിന്നെ കരുതുന്ന കൈകളല്ല. എല്ലാ കൈയും നിനക്ക് നൽകുന്ന കൈകളല്ല. ഈ കൈ ഇങ്ങനെ നീളുന്നത് നിനക്ക് തരാൻ മാത്രമല്ല, നിന്നിലുള്ളത് എടുക്കാനും കൂടെ കേട്ടോ. ചില കൈകളൊക്കെ ഇങ്ങനെ നീണ്ടു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പക്ഷേ ഇവിടെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ഉള്ളതും കൂടെ എടുത്തേച്ചും പോകും. കൈയും കൈയുടെ നിറവും ഇന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച അഭിഷിക്തന്മാർ കൈകൾ കണ്ടിട്ടുണ്ട്. കൈപ്പത്തി പോലെ മേഘം പൊങ്ങിയതും പ്രാർത്ഥിച്ച അഭിഷിക്തന്മാർ കണ്ടു. തളർന്നു കിടന്ന സമയം തൊട്ട് ബലപ്പെടുത്താൻ വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ കരവും ദാനിയേൽ കണ്ടു. കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടപ്പോ തട്ടി ഉണർത്തിയ കരവും പത്രോസ് കണ്ടു. ഈ കരങ്ങളൊന്നും പിശാചിൻ്റെതല്ലെന്ന് ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ആമേൻ. കാരണം ഇവരുടെ അരികിൽ ഇവർക്ക് നേരെ സാത്താൻ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഇവരെ തൊടാൻ പറ്റാത്ത പോലെയും എന്നാൽ ഇവരെ തൊടാൻ കഴിയുന്നതാകുന്ന ഒരു കരവും ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കി. രണ്ട് കാര്യം. ഒന്ന്, ഇവരെ തൊടാൻ പറ്റാത്ത ഒരു കരം, അത് സാത്താന്റെ കര. ഇവരുടെ ശുശ്രൂഷകളെ, ഇവർക്ക് വേണ്ടി ഇവരാൽ നടക്കുന്ന അത്ഭുതങ്ങളെ ഒന്നും തൊടാൻ പറ്റാത്തൊരു കരം. രണ്ട്, ഇവരെ തൊടാൻ കഴിയുന്ന ഒരു കരം. ഇന്ന് രാത്രി എന്നെ തൊടുന്നെങ്കിൽ അത് സാത്താന്റെ കരമല്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിരിക്കും. എന്നെ തൊടുന്നത് ദൈവത്തിന്റെ കരമായിരിക്കും. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? അപ്പൊ കരങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ആവശ്യമാണ്. കരങ്ങളിൽ നിന്നൊരു വിടുതൽ ആവശ്യമാണ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഒത്തിരി പേരുടെ മേൽ ആ ദൈവസാന്നിധ്യം ഇപ്പൊ തന്നെ തൊട്ടു തുടങ്ങുന്നുണ്ട്.
ഒരുപാട് പേരെ പരിശുദ്ധാത്മാവ് തൊടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ വിൻഡോയിൽ എനിക്ക് കാണാൻ പറ്റുന്ന അത്രയും ഞാൻ കാണുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പൊ വിടുതൽ വേണ്ടത് കൈകളിൽ നിന്നാണ്. അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കണം. എന്തിനാ? കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടാൻ. സുഹൃത്തെ, നീ ഒത്തിരി ഉപവാസം എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് വഴിപാടുകൾ നേർന്നിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുവരെ പൂർണ്ണമായ ഒരു വിടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഈ പ്രേയറിൽ നീ വിടുവിക്കപ്പെടേണ്ട ഒരു കരത്തിനകത്തുനിന്ന് നീ പുറത്തു വരും. വിടുവിക്കപ്പെടേണ്ട ഒരു പാരമ്പര്യമായി പിടിച്ചു വെച്ചിരിക്കുന്ന ചില ശാപബന്ധനം ഉഠബ ദിഗൽഖനബഹത്തു അധന റഗദ ശക്തല ഗോഢ രഹസ്യ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണേ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എന്നോട് ദൈവാത്മാവ് അങ്ങനെ തന്നെ ഫോഴ്സ് ചെയ്യാണ്. പാരമ്പര്യമായി പിടിച്ചു വെച്ചിരിക്കുന്ന ചില ഇരുട്ടിൻ്റെ മേഖലകൾ നിന്നെ മുമ്പോട്ട് വിടാതെ വണ്ണം കാലെ കെട്ടി കുരുക്കിയിട്ടിരിക്കുന്നു. നീ എത്ര ആഞ്ഞാലും ഒരു പരിധിക്കപ്പുറം മുൻപോട്ട് പോകാൻ കഴിയാതെ നിന്നെ തടയുന്ന മേഖലകൾ ഇപ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നീ ആ ദുഷ്ടന്റെ പിടിയിൽ നിന്ന്, നീ ആ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു വാ. In Jesus' name. Gloria Gabosiantia. Amen. കയ്യിൽ നിന്ന് പുറത്തു വരും. നിങ്ങൾ കയ്യിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിടിക്കത്തില്ല എന്നാണോ? അല്ല. കയ്യിൽ വായിച്ചേ, അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന്. അർത്ഥം ഇതാണ്, പ്രാർത്ഥനയോടെ പോയാലും നിന്നെ പിടിക്കേണ്ടത് പിടിക്കും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രാർത്ഥനയോടെ ഒരു ദിവസം എഴുന്നേറ്റാലും നിന്നെ അലട്ടേണ്ടത് അലട്ടും. പ്രാർത്ഥനയോടെ ഒരു ദിവസം ചുവട് വെച്ചാലും ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ട് നമ്മൾ കാണും. പ്രാർത്ഥനയോടെ പോയാലും ചില കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് കേൾക്കും. പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ കയ്യിലെങ്ങും അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കാനല്ല പോരാടാൻ പറഞ്ഞേ. പൗലോസ് പറഞ്ഞത് കയ്യിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനാണ്. ഓ ഗ്ലോറി. ശ്രദ്ധിച്ചോ? അപ്പൊ പ്രാർത്ഥിച്ചിട്ടും എന്തേ പാസ്റ്റർ എന്ന് ചോദിക്കുന്നവരോടാണ്. പ്രാർത്ഥിച്ചിട്ട് എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരോടാണ്. പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും ഒരുപോലെയാണല്ലോ എന്ന് പറയുന്നവരോടാണ് ഞാൻ ഈ ആലോചന വിശദീകരിക്കുന്നത്. കയ്യിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് അർത്ഥം എന്താ? മോനെ, നീ പ്രാർത്ഥിച്ചോണ്ട് പോയാലും ചിലടത്ത് ദുഷ്ടൻ കൈ കുറുകെ വെച്ചെന്ന് വരും. നീ പ്രാർത്ഥിച്ചോണ്ട് ചില കാര്യം ചെയ്താലും വിജയിപ്പിക്കത്തില്ലടാ എന്നൊരു ശബ്ദം കേൾക്കുന്നു വരും. നീ പ്രാർത്ഥിച്ചോണ്ട് ചില കാര്യങ്ങൾ ചെയ്താലും മുടങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നും. നീ പ്രാർത്ഥിച്ചോണ്ട് ചെയ്ത എല്ലാത്തിനും പിശാചിന്റെ അല്ലെങ്കിൽ തടസ്സങ്ങളായിട്ട്, ബുദ്ധിമുട്ടുകളായിട്ട്, പോരാട്ടങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ കണ്ടെന്ന് വരും. പക്ഷേ പ്രാർത്ഥന എന്തിനാണ്? പോരാടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അവൻ കൈവച്ചാലും മാറ എന്ന് പറഞ്ഞാൽ മാറാൻ, അവന്റെ കൈ നീട്ടിയാലും നിന്നെ ഞാൻ വെട്ടുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായി മുറിയാൻ, അവൻ നിനക്കെതിരെ മുടക്കങ്ങൾ കൊണ്ടുവന്നാലും യേശുവിന്റെ നാമത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവൻ തിരിച്ച് റിവേഴ്സ് ഗിയർ ഇടാൻ, യേശുവിന്റെ നാമം പറഞ്ഞാൽ അവൻ മാറാൻ, നിന്നെ ഒരു ആത്മീയ അധികാരമുള്ളവനാക്കി മാറ്റാൻ, നിന്നെ ഒരു ആത്മീയ തേജസ് ഉള്ളവനാക്കി മാറ്റാൻ, നിന്നെ ഒരു ആത്മീയ പോരാളിയാക്കി മാറ്റാൻ, നിന്നെ ഒരു ആത്മീയ വെപ്പണുള്ളവനാക്കി മാറ്റാൻ, ഒരു സ്പിരിച്വൽ വെപ്പണുള്ളവനാക്കി മാറ്റാൻ. നീ ആത്മമണ്ഡലത്തിൽ പോരാടുന്നവനും സന്ദർശിക്കുന്നവനും സഞ്ചരിക്കുന്നവനുമായാൽ ദൈവം നിന്നെ ആ നിലകളിൽ അഭിഷേകം ചെയ്യുമെന്നാണ് പോരാട്ട പ്രാർത്ഥനയുടെ പ്രത്യേകത. യേശുവിന്റെ നാമത്തിൽ. മനസ്സിലായോ? പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടല്ല, പ്രാർത്ഥന ഉണ്ടെങ്കിലും ചിലത് നിനക്ക് നേരെ എഴുന്നേൽക്കുമ്പോ മാറ് എന്ന് പറഞ്ഞാൽ മാറാൻ. ആവർത്തന വിരസത തോന്നരുത് പാസ്റ്റർ പറഞ്ഞ. യേശു കർത്താവ് 40 days ഫാസ്റ്റ് ചെയ്തപ്പോ സാത്താൻ പുറകിൽ താടി ചൊറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എന്തിനാണെന്നറിയാവോ? ഇയാള് പ്രാർത്ഥനയൊന്ന് നിർത്തിയായിരുന്നെങ്കിൽ പരീക്ഷണം തുടങ്ങായിരുന്നു. കാര്യം പിടികിട്ടിയോ? ഇയാള് പ്രാർത്ഥനയൊന്ന് നിർത്തിയായിരുന്നെങ്കിൽ പരീക്ഷണം തുടങ്ങായിരുന്നു.
ഇനി മേളിലോട്ട് ഞാൻ എന്തെങ്കിലും പറയണോ? ഇനി ഞാൻ മേളിലോട്ട് എന്തെങ്കിലും പറയണോ? വേണ്ട. അതിനകത്തുണ്ട് എല്ലാം പൂർണ്ണ. ഇയാള് പ്രാർത്ഥന ഒന്ന് നിർത്തിയിരുന്നു എങ്കിൽ പരീക്ഷണം തുടങ്ങാമായിരുന്നു. എനിക്കിതിനകത്ത് ചില വ്യക്തികളുടെ പേര് പറയണമെന്നുണ്ട്. പേര് പറഞ്ഞ് നിങ്ങളിത് ശ്രദ്ധിക്കണേ എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാകും, ഇത് തന്നെയല്ലേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന്. സഹോദരി, നീ പ്രാർത്ഥന നിർത്താൻ കാത്തിരിക്കുക പരീക്ഷണം തുടങ്ങാൻ. നിന്റെ വായെന്ന് ക്ലിപ്പിടാൻ കാത്തിരിക്കുക പരീക്ഷണം തുടങ്ങാൻ. ദേ കുന്ന്, ദേ മല, ദേ സ്വർഗം, നരകം എല്ലാം കാണിച്ച് നിന്നെ അങ്ങ് ടെംപ്റ്റ് ചെയ്യും. എന്നിട്ടും നടന്നില്ലെങ്കിൽ കണ്ണുരുട്ടും, എന്നിട്ടും നടന്നില്ലെങ്കിൽ പേടിപ്പിക്കും, എന്നിട്ടും നടന്നില്ലെങ്കിൽ കെട്ടുകഥ ഉണ്ടാക്കും, എന്നിട്ടും നടന്നില്ലെങ്കിൽ വഴക്കു കൂടും, എന്നിട്ടും നടന്നില്ലെങ്കിൽ അവൻ നിലംപരിചാകും. അതിനപ്പുറം ഒന്നും നടക്കാനില്ല. ആമേൻ. എന്നെ ശ്രദ്ധിക്കണേ ആന്റി. സ്തോത്രം. പിശാച് താടിയും ചൊറിഞ്ഞുകൊണ്ട് നിന്ന് എന്തിനാണെന്നറിയാവോ? ഇയാൾ പ്രാർത്ഥനയൊന്ന് നിർത്തിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചേക്കുന്ന പരീക്ഷണങ്ങൾ മുമ്പിലോട്ട് വെക്കായിരുന്നു, ടെംപ്റ്റേഷൻ കൊണ്ടുവരായിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കാത്തവരുടെ കാര്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അടുത്തത്, എങ്ങനെ യേശു ആ ടെംപ്റ്റേഷനെ ജയിച്ചു? പോരാട്ടത്തിൽ കൂടെ തന്നെയാണ് ജയിച്ചത്. എങ്ങനത്തെ പോരാട്ടം? വചനത്തിലുള്ള പോരാട്ടം, വചനത്തിൽ കൂടിയുള്ള പോരാട്ടം. അപ്പൊ അർത്ഥം ഇതാണ്, പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും തന്നെയാണ് നിന്നെ ജയിപ്പിക്കുന്നത്, മറ്റൊന്നുമല്ല. എത്രയോ കഴിവുകളുള്ളവർ കഴിവ് തെളിയിക്കാൻ പറ്റാതിരിക്കുന്നു. എന്താണ് കാരണം? അവർക്ക് കഴിവുകൾ കൊണ്ട് ജയിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർക്കതാകാമായിരുന്നല്ലോ. എത്രയോ കാലിബർ ഉള്ളവർ അവർക്ക് ഒരു ജയം ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നു. എത്രയോ നല്ല മനുഷ്യർക്ക് നല്ല സമയമില്ലാതിരിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടാകുകയും പ്രാർത്ഥനയിൽ പോരാടുകയും ചെയ്യുന്ന ഒരുവന് വിജയം ഉണ്ട്. ഇന്ന് പ്രാർത്ഥനയിൽ പോരാടാൻ ദൈവത്തോടൊരു പ്രത്യേക കൃപ ചോദിക്കുന്നവർ ഇതിനകത്തുണ്ട്. നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ ദൈവമേ നീ എന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. ദൈവം നിന്നെ ആ തരത്തിൽ ഇന്ന് അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നാമത് പോരാടി പ്രാർത്ഥിക്കണം, ദുഷ്ടന്റെ കരങ്ങളിൽ നിന്ന്. നിങ്ങൾ ബാക്കിയെല്ലാം സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കാൻ പോവാം. ബാക്കിയെല്ലാം നിങ്ങൾ ഇനി ഇതിനകത്തുനിന്ന് പിടിച്ചെടുക്കണം. എന്തിന്റെ കയ്യിലാണോ നീ അകപ്പെട്ടിരിക്കുന്നത്? ഒരു തകർച്ചയുടെ കയ്യിലാണോ? രോഗത്തിന്റെ കയ്യിലാണോ? ശാപത്തിന്റെ കയ്യിലാണോ? പാപത്തിന്റെ കയ്യിലാണോ? ദുരന്തത്തിന്റെ കയ്യിലാണോ? നഷ്ടത്തിന്റെ കയ്യിലാണോ? തകർച്ചയുടെ കയ്യിലാണോ? വെറുപ്പിന്റെ കയ്യിലാണോ? പിണക്കത്തിന്റെ കയ്യിൽ, എന്തിന്റെ കയ്യിലാണോ നീ അകപ്പെട്ടിരിക്കുന്നത്? അതിന്റെ അകത്തു നിന്ന് നീ രക്ഷപ്പെടണമെങ്കിൽ ബുദ്ധി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ജീവിതം കൊണ്ടൊന്നും നടക്കൂല മോളെ. നീ പ്രാർത്ഥിച്ച് അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്നാലേ പറ്റൂ. പ്രാർത്ഥിച്ച് അതിൻ്റെ അകത്ത് പുറത്തു വന്നാലേ പറ്റൂ. ഹല്ലേലൂയ. പ്ലസ് ദൈവവചന ധ്യാനം. എന്നോട് ചില വ്യക്തികൾ പറയാറുണ്ട്, പക്ഷേ എനിക്കൊരു പ്രാർത്ഥന ആണ് എനിക്ക് ആവശ്യം. പ്രാർത്ഥന വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ ദൈവവചനമില്ലാതെ, ആ വചനത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കാതെ നീ എത്ര തന്നെ നമ്മൾ അതിനകത്ത് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും, കാരണം യേശുവിനെ തന്നെയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. കർത്താവിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വല്ല കുറവുണ്ടായിരുന്നു. കർത്താവിനും പ്രാർത്ഥനയുണ്ട്, കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. അങ്ങനെയും കൂടെ പറയാം. കർത്താവിനും പ്രാർത്ഥനയുണ്ട്, കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. എന്നിട്ടും കർത്താവിൻ്റെ നേരെ പോരാട്ടം വന്നപ്പോൾ യേശു ജയിച്ചത് വചനം കൊണ്ടാണ്. വചനം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ദൈവവചനത്തിന് പ്രസക്തി കൊടുക്കുന്നതെന്നറിയാവോ? ഏറ്റവും കൂടുതൽ പ്രസക്തി കൊടുക്കേണ്ടത് ദൈവവചനത്തിനായതുകൊണ്ടാണ്. പ്ലസ് നമ്മൾ പ്രെയറും കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കാര്യം സുഗമമായിട്ട് പോകും. അല്ലാതെ വചനം ഇല്ലാതെ കുറെ എന്തെങ്കിലും കാറി കൂയിട്ടൊന്നും കാര്യമില്ല. യേശു പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിച്ചു, വചനം സംസാരിക്കേണ്ടടുത്ത് വചനം സംസാരിച്ചു, വചനം എടുത്ത് വെട്ടേണ്ടടുത്ത് വചനം എടുത്ത് വെട്ടി. ഇതെല്ലാം കർത്താവ് കൊടുക്കുന്ന നിയോഗങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യം നടക്കുമോ? നടക്കില്ല. അതിൻ്റെ അകത്ത് തികഞ്ഞ ദൈവവചനത്തിനകത്തുള്ള
ഒരു സഞ്ചാരവും കൂടെ ഒരു ദൈവ പൈതലിന് ആവശ്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. അടുത്ത വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിന്. ഞാൻ കൊണ്ടുപോകുന്ന അപ്പോൾ ഒന്നാമത് നമ്മൾ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് ചെയ്യുന്ന കാര്യം സന്തോഷമാകേണ്ടതിന്. ഒരാമേൻ പറയാമോ? ചെയ്യുന്ന കാര്യം സന്തോഷമാകേണ്ടതിന്. സ്വീകാര്യമാകേണ്ടതിന്. that I may be delivered from the unbelievers in Judah, and that my service for Jerusalem may be acceptable to the saints. പൗലോസ് കൊണ്ടുപോകുന്ന സഹായം അക്സെപ്റ്റ് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് പ്രയോജനമാണ്. പൗലോസ് കൊണ്ടുപോകുന്നത് വിശുദ്ധന്മാർക്കാണ്, സംശയമില്ല. പൗലോസ് കൊണ്ടുപോകുന്ന സഹായം എന്തൊക്കെ തന്നെയാണെങ്കിലും ആ സഹായം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ പൗലോസെ ആദ്യം താങ്കളെ അക്സെപ്റ്റ് ചെയ്യണം. ശരിയല്ലേ? നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ മെസ്സേജ് കേൾക്കത്തില്ല. എത്രയോ പേർ എൻ്റെ മെസ്സേജ് കേൾക്കാതിരിക്കുന്നു. കാര്യം പലതായിരിക്കാം. ഒരുപക്ഷെ അവർ വിളിച്ചപ്പോൾ എന്നെ കിട്ടാത്തതായിരിക്കാം. എൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും എനിക്കെന്തോ ഇതുണ്ടെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം. മേ ബി പല കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ കാണാം. ഇപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് പോയി കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ചില തോന്നലുകൾ കൊണ്ട് ചിലർ വിളിക്കാതിരിക്കുന്നു. പലർക്കും പിണക്കം കാണാം. എല്ലാം നമ്മൾ പറയണം. പലർക്കും പിണക്കം കാണാം. ഇതിൻ്റെ അകത്തെല്ലാം പൗലോസ് പറയുന്നത് സെയിൻസിന്, വിശുദ്ധന്മാർക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നണം. ഞാൻ കൊണ്ടു കൊടുക്കുന്ന സഹായം അവർക്ക് പ്രസാദമാകണം. വളരെ പ്രാധാന്യമുള്ളൊരു ചിന്തയാണ്. സുഹൃത്തെ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നിങ്ങളെ ഇപ്പൊ വെറുത്തിരിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ദോഷം പറഞ്ഞിട്ടാണോ നിങ്ങൾക്കെതിരെ ഇക്കണ്ട ആരോപണങ്ങളെല്ലാം അഴിച്ചുവിടുന്നത്? നിങ്ങൾ എന്തിനെങ്കിലും കാരണക്കാരനും കാരണക്കാരിയുമായിട്ടാണോ ചില വ്യക്തികൾക്ക് നിങ്ങളെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നടക്കുന്നത്? പ്രസാദമല്ല. നിങ്ങൾ എന്ന വ്യക്തി പ്രസാദമല്ല. നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെല്ലാം ശുശ്രൂഷ ചെയ്താലും, പകൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്താലും പ്രസാദമല്ല. നിങ്ങൾ ചെയ്യുന്നത് പ്രസാദമല്ല. നിങ്ങൾ തൊട്ടാൽ കുറ്റം, കണ്ടാൽ കുറ്റം, മിണ്ടിയാൽ കുറ്റം, രാവിലെ എഴുന്നേറ്റ് കാഴ്ച കണ്ടാൽ തന്നെ കുറ്റം, കണ്ണിന് മുന്നേ കണ്ടാ കുറ്റം, നിങ്ങളാൽ പറ്റുന്നത് പോലെ എല്ലാം നിങ്ങൾ ചെയ്താൽ കുറ്റം, ചെയ്തില്ലെങ്കിൽ കുറ്റം. പ്രസാദമല്ല, സ്വീകാര്യമല്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു പെൻ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പെന്നിനെ അല്ല അക്സെപ്റ്റ് ചെയ്യേണ്ടത്, എന്നെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. Am I right? അല്ലേ? വഴിയെ പോകുന്നൊരു വ്യക്തി ചേച്ചി ഇരിക്കട്ടെ ഈ ഒരു പേന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്തോ ചെയ്യും? പേനയെ നോക്കത്തൊന്നുമില്ല. നിങ്ങൾ പേന രണ്ടാമതോ മൂന്നാമതോ നോക്കത്തുള്ളൂ. നിങ്ങൾ ആദ്യം ആളെ ഒന്ന് നോക്കും. ഇവനാരടാ? ഇവനെ ഞാൻ ഇതുവരെ ഇവിടെയും കണ്ടിട്ടില്ല, ഈ ലൊക്കയിലൊന്നും ഇവനെ കണ്ടിട്ടില്ലല്ലോ. ഞാനെന്തിനും ഇവൻ്റെ പേന മേടിക്കണം? എനിക്ക് പേനയൊന്നും ആവശ്യമില്ല, ഇയാൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു പറയും. നിങ്ങൾ പോവും. അതോ നിങ്ങൾ പേന പൂണ്ടടക്കം പിടിക്കുവോ? ഞാൻ ചെയ്യത്തില്ല, നിങ്ങളും ചെയ്യത്തില്ല. പേനയിൽ നിങ്ങൾ നോക്കുമോ? ഇല്ല. നിങ്ങൾ ആദ്യം ആളെ നോക്കും. ഇവനെ ഞാൻ ഇവിടെയും കണ്ടിട്ടില്ലല്ലോ, ഇവന് ഞാനിവിടെ യാതൊരു പരിചയമില്ല, പിന്നെ എന്തിന് ഇവൻ എനിക്ക് പേന തരണം, ഞാൻ എന്തിന് ഇവൻ്റെ നിന്ന് പേന മേടിക്കണം? ഇതാണ് ചോദ്യം. നിങ്ങൾ പേനയെ നോക്കുക പോലുമില്ല, നിങ്ങൾ വീട്ടിൽ പോകും. എന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് കൊണ്ട് തന്നാലോ? പെന്നിലല്ല, നിങ്ങൾ ആദ്യം ദീപ് പാസ്റ്റർ, പാസ്റ്റർ താങ്ക് യു സോ മച്ച്. ഞാൻ പറയുന്നത് പ്രാർത്ഥിച്ച പെന്നാണ്, നിങ്ങൾ വെച്ചോളൂ, നിങ്ങൾ എഴുതുന്ന ടെസ്റ്റ് എല്ലാം പാസ്സാവും. നിങ്ങൾ ഇതുകൊണ്ട് എന്തെഴുതിയാലും അനുഗ്രഹമായിരിക്കും. ആർക്കും എതിരെ എഴുതാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഈ പേന നിങ്ങൾക്ക് തരും, നിങ്ങൾ മേടിക്കും. കാര്യം എന്താ? നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ്. നിന്റെ ജോലി സ്ഥാപനത്തിൽ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നിന്റെ ജോലി അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ കാരണമുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ചുകൂടെ മുടിയൊക്കെ ഒന്ന് വെട്ടി കളറിങ് ചെയ്ത് ഫേഷ്യൽ ചെയ്ത് പോയി നിന്നാൽ പോലും സുഹൃത്തെ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല.
വെറുതെ കോലം കെട്ടാന്നേ ഉള്ളൂ. പൗലോസ് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. എന്തിനാ? അക്സെപ്റ്റൻസിന് വേണ്ടി. നിങ്ങളെ നിങ്ങളുടെ അപ്പൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ, അമ്മ അംഗീകരിക്കുന്നില്ലെങ്കിൽ, വൈഫ് അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ബോസ് നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കൊളീഗ് നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കോ വർക്കർ നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഹൗസ് ഓണർ നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങളുടെ ചർച്ച് ബിലീവേഴ്സ്, നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ നെയ്ബേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ പിന്നിൽ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. നിങ്ങളെന്ന വ്യക്തി മാറുകയല്ല, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറുകയല്ല, നിങ്ങളുടെ വസ്ത്രധാരണം മാറുകയല്ല, നിങ്ങളുടെ പോക്കറ്റിലുള്ളതും കൂടെ കൊണ്ട് അവിടെ ഇട്ടുകൊടുക്കുകയല്ല. എന്തൊക്കെ ചെയ്താലും നിങ്ങളെ അംഗീകരിക്കില്ല. കാരണം എന്താ? ഇതിൻ്റെ പിന്നിൽ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. നിന്നെ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു സാധനം, അങ്ങനെ പറയാം. ചുമ്മാ എന്തിനാ പിശാചിനെ പിടിച്ച് ഉയർത്തുന്നത് അല്ലേ? പക്ഷെ അവൻ്റെ പ്രവൃത്തികളെ നമ്മൾ അങ്ങനെ വിടാൻ പാടില്ലല്ലോ. സ്തോത്രം. അക്സെപ്റ്റൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ, സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് വിശദീകരിക്കാതെ. അക്സെപ്റ്റൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്വീകാര്യമാകണമെങ്കിൽ അതിനെതിരെ നിൽക്കുന്നതിനോടാണ് പോരാടാൻ പൗലോസ് ആവശ്യപ്പെടുന്നത്. സ്തോത്രം. ദ ലാസ്റ്റ് വൺ, ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിന് പ്രാർത്ഥിച്ചിട്ട് തൊണ്ടയുടെ വോക്കൽ കോഡ് പൊട്ടി എന്നിട്ടും മനസ്സിന് ആശ്വാസമില്ലാത്തവർ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. കാര്യം എന്താ? പ്രാർത്ഥിച്ച് തീരുമ്പോൾ അടുത്ത പോരാട്ടം എഴുന്നേക്കുക. മനം തണുക്കുന്നില്ല, മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്നില്ല. ഇത് പൗലോസാ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇത് പൗലോസാ പറയുന്നതെന്ന് ഓർക്കണം. മനം തണുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനൊക്കെ പ്രാർത്ഥിക്കണം അല്ലേ? എൻ്റെ മോൾക്ക് എന്നോട്, കാരണം അവൾക്ക് ആകെ 6 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ അവൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അപ്പനായോണ്ടൊന്നും കൂടെ പറഞ്ഞു കാണത്തില്ല. കാരണം അവൾ എന്ത് പറഞ്ഞാലും ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാൻ പോണേ. അവൾ എന്നോട് രാവിലെ എഴുന്നേറ്റ് പറയും, അപ്പാ ഞാൻ ഇന്നലെ രാത്രി ഒരു ചീത്ത സ്വപ്നം കണ്ടു. എന്നിട്ട് സ്വപ്നം എന്നോട് വിശദീകരിക്കും. ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാൻ പോണേ. അവൾ അന്നേരം എൻ്റെ മുഖത്ത് ഇതെന്തടാ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പ എന്ത് പറഞ്ഞാലും പറയും പ്രാർത്ഥിക്കാം. അപ്പ എന്ത് എൻ്റെ വായിന്ന് അതേ കേൾക്കൂ, അങ്ങനെ കേൾക്കൂ. എന്താവശ്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം മോളെ. വൈഫ് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാടി. നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക്, നിങ്ങൾ അങ്ങനെയല്ലേ എൻ്റെ കേട്ടിട്ടുള്ളൂ, പാസ്റ്റർ പ്രാർത്ഥിക്കത്തില്ലെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാത്തതിൽ പലർക്കും വിഷമം കാണാനുള്ള സാധ്യതയുണ്ട്, സമയക്കുറവുകൊണ്ടാണ്. ക്ഷമിക്കാനേ പറ്റൂ. ക്ഷമിച്ച് തരിക. വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയക്കുറവുണ്ട്, ഒരുപാട് സമയക്കുറവുണ്ട്. അതുകൊണ്ടാണ്. എന്നാലും പരമാവധി വിളിക്കുന്നവർക്കെല്ലാം പരമാവധി പ്രാർത്ഥിക്കാറുണ്ട്. 2 ചെവിയും 1 വായേ ഉള്ളൂ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, നിങ്ങൾ എൻ്റെ പ്രെയർ ഗ്രൂപ്പിലുണ്ട്, നിങ്ങൾ എൻ്റെ ഡയറിയിലുണ്ട്, നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിലുണ്ട്, നിങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. സ്തോത്രം. അത്രയും മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. അതിൻ്റെ വ്യത്യാസമില്ല എന്ന് പറയരുത്. അപ്പൊ ഞാൻ പറയും പ്രാർത്ഥിക്കാം. ഇവിടെ ദേ പറയുന്നു അക്സെപ്റ്റൻസിന് വേണ്ടി പ്രാർത്ഥിക്കണേ. നാണക്കേടുണ്ടോ പറയാൻ? ഇല്ല. അക്സെപ്റ്റൻസിന് വേണ്ടി പ്രാർത്ഥിക്കണേ. കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. മൂന്നാമത് പറയുന്നു എൻ്റെ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഉണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കണേ എന്നാണോ പറയുന്നത്? അല്ല, പോരാടണേ എന്നാ പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങൾക്ക്, 3 കാര്യം മാത്രമേ ഇവിടെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. 3 കാര്യങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ നിന്ന് ബാറ്റിൽസ് ഉണ്ട്, വാർ ഉണ്ട്, തടസ്സങ്ങൾ ഉണ്ട്. ഒന്ന്, അക്സെപ്റ്റ് ചെയ്യുന്നതിന്, നിന്റെ കയ്യിലേക്ക്, നിനക്ക് നേരെ കൈ തുറക്കുന്നതിന്, നീ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിന്, നിന്റെ മനസ്സ് സ്വസ്ഥവും സുഖവുമായി ഇരിക്കുന്നതിന്. ഈ പറഞ്ഞ എന്തിലൊക്കെ നിങ്ങൾക്ക് പോരാട്ടം ഇല്ലെങ്കിലും അവസാനം പറഞ്ഞ മനസ്സിന് നേരെയെങ്കിലും നിനക്ക് ദുഷ്ടലോകത്തുനിന്ന് പോരാട്ടമുണ്ടാകും. നീ തണുക്കരുത് എന്ന് ശത്രുവിന് ആവശ്യമുള്ളതുകൊണ്ടാണ്. ഇന്ന് ആത്മാവാരെയൊക്കെ വിടുവിക്കാൻ പോവാണ് ഈ മേഖലകളിൽ നിന്ന്. എത്ര പേർ തയ്യാറാണ് ആ ഡെലിവറൻസ് സ്വീകരിക്കാൻ? എത്ര പേർ തയ്യാറാണ്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം എന്നെടുത്തേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം എടുത്തിട്ട്
ഇപ്പൊ നേരത്തെ വായിച്ച ആന്റി അല്ലാതെ വേറൊരാളൊന്ന് വായിച്ചേ. എല്ലാവരും ഇതിനകത്തോട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ പുറകിലോട്ട് വലിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾ അതൊക്കെ കളയണം കേട്ടോ. നിങ്ങൾ മുൻപോട്ട് വരണം, മുഖ്യധാരയിലേക്ക് വരണം. വേറൊരാൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 വാക്യം. യെസ്, ഒരാൾ. യേശുവിനെ എന്ത് ചെയ്യേണ്ടുവെന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും ഇത്രയും താല്പര്യമുള്ളതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഓക്കെ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവരോ, ഒരു വാക്യോടെ മേളിൽ കയറി വായിക്കാം. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ഈ നമ്മൾ പ്രാർത്ഥിച്ചു മുന്നേറുമ്പോഴേ ചിലരുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കാതെ വന്ന് ഭ്രാന്ത് പിടിച്ചവരെ പോലെ പ്രവർത്തിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്താൽ ഇവനെയൊക്കെ അങ്ങ് നിലം പരിചാക്കാം, എന്ത് ചെയ്താൽ ഇതൊക്കെ അങ്ങ് അടച്ചു പൂട്ടിക്കാം എന്ന് ചിന്തിച്ച് ഭ്രാന്ത് പിടിച്ചവരെ പോലെ നടക്കുന്നവരെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 12-ാമത്തെ വാക്യം, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന്, ആരയ്യ അവൻ? നമ്മുടെ രക്ഷകനാകുന്ന യേശു ക്രിസ്തു. പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആരുടെ കൂടെ ഇന്ന്? ആരുടെ കൂടെ ആയിരിക്കുന്നത്? ഞാൻ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നു ഈ രാത്രി. നിങ്ങൾ എന്തോ പറയും? ആരുടെ കൂടെ ആയിന്ന്? ഞാൻ യേശുവിൻ്റെ കൂടെയാന്നുള്ളവർ ഒരു കമന്റ് താഴെ ഇട്ടെ. ഞാൻ യേശുവിൻ്റെ കൂടെയായി ഈ രാത്രിയിൽ. ഞാൻ യേശുവിൻ്റെ കൂടെയായി ഈ രാത്രിയിൽ. ഞാൻ യേശുവിൻ്റെ കൂടെയായി ഈ രാത്രിയിൽ. യേശുവിനോട് പോയി ചോദിച്ചാൽ യേശു എന്താ പറയുക? ഞാൻ പിതാവിൻ്റെ കൂടെയായി ഈ രാത്രിയിൽ. എന്നാൽ താഴെ ആരാ ഉള്ളത്? താഴെ യഹൂദന്മാർ ഭ്രാന്ത് പിടിച്ചവരെ പോലെ നടക്കുകയാണ്. ഭ്രാന്ത് പിടിച്ചവരെ പോലെ നടക്കുക. കർത്താവിനെ നോക്കിയിട്ട് കാണുന്നില്ല. കാര്യം എന്താ? അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മലയിൽ കയറി. പലരും നിന്നെ ഭൂമിയിൽ വെച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നിന്നെ കാണാതിരിക്കണമെങ്കിൽ നീ പ്രാർത്ഥനയുടെ പർവ്വങ്ങളിൽ മറഞ്ഞിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. മറഞ്ഞിരിക്കണം. അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോടുകൂടെ രാത്രി കഴിച്ചു. ഞാനൊരു ആത്മാവിലൊരു ദൂത് പറയുക. കിട്ടുന്ന സമയമൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? നീ അത് വെറുതെ അല്ല. നീ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന സമയം വരെ എത്ര ഭ്രാന്ത് പിടിച്ചവനും നിന്നെ തൊടാനൊക്കത്തില്ല. എത്ര ഭ്രാന്ത് പിടിച്ചവനും നിന്നെ തൊടാനൊക്കത്തില്ല. എത്ര ഭ്രാന്ത് പിടിച്ചവനും നിന്നെ തൊടാനൊക്കത്തില്ല. ഇന്ന് ഒത്തിരി പോരാട്ടങ്ങളുടെ നടുവിൽ ഇതുപോലെ ഭ്രാന്ത് പിടിച്ച പൈശാചിക ശക്തികളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയിൽ സമയം കഴിക്കുന്ന, പ്രാർത്ഥനയിൽ ദൈവത്തോടുകൂടെ രാത്രി കഴിക്കുന്ന ചിലരെ നോക്കിയാൽ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നത്, ഇന്ന് നിന്റെ പ്രാർത്ഥന കഴിഞ്ഞ് നീ താഴെ ഇറങ്ങുമ്പോൾ ചിലത് നിന്റെ കാൽ കീഴിലാകാൻ പോവുക. ആമേൻ. ചിലത് നിന്റെ കാൽ കീഴിലാകാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നു? ചിലത് നിന്റെ കാൽ കീഴിലാകാൻ പോവുക. അതാ ഉദ്ദേശം. യേശുവിന്റെ ഉദ്ദേശം അതാ. ഞാൻ രാവിലെ താഴെ ഇറങ്ങുമ്പോൾ ഞാൻ ചവിട്ടുന്നത് തകർന്ന് കിടക്കുന്നതിന്റെ മേളിലായിരിക്കണം. ഞാൻ ആത്മാവിൽ ദൂത് പറയുക. നീ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേറ്റ് കാല് വെക്കുന്നത് തകർന്ന് കിടക്കുന്ന സാത്താന്റെ കഷ്ണങ്ങളിലായിരിക്കും. ഇന്ന് ആത്മാവിലെ ഡെലിവറൻസ് നമ്മൾ സ്വീകരിക്കാൻ പോവാ. ആ രാത്രിയിൽ അവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ സമയം നിങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിച്ച് ഈ ഒരു വിടുതൽ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഇനി നമ്മൾ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച് ഈ ഡെലിവറൻസ് സ്വീകരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ താല്പര്യത്തോടെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്തോ ഇന്ന് ആത്മാവ് ചിലരുടെ ലൈഫിൽ അസാധാരണമാകുന്ന വിടുതൽ നൽകാൻ പോവുക. 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്,
കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം. 2, പ്രസാദമുള്ളൊരു വ്യക്തിയായി മാറണം, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കിട്ടണം. അത് നമ്മുടെ അവകാശമാണ്. ചിലർക്ക് വേണ്ടി ജീവിതം കളഞ്ഞിട്ട്, ആരോഗ്യം കളഞ്ഞിട്ട്, അക്സെപ്റ്റൻസ് ഇല്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു അത് ആ ഒരു റിജക്ഷൻ അനുഭവിച്ചവർക്ക് ആ വേദന, ഞാൻ പറയുന്നതിന്റെ പഞ്ച് മനസ്സിലാവുള്ളൂ. അക്സെപ്റ്റൻസ് കിട്ടണം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്നതിന് അക്സെപ്റ്റൻസ് കിട്ടണം. നിങ്ങളുടെ സൊസൈറ്റി അക്സെപ്റ്റൻസ് കിട്ടണം. നിങ്ങളൊരു ഗിഫ്റ്റ് ഞാൻ ചിലരുടെ സ്വഭാവം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പഴമൊഴി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ദാനം കിട്ടുന്ന പശുവിന്റെ പല്ലെണ്ണി നോക്കരുതെന്ന്. ഞാൻ എങ്ങനെ ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്. ഗിഫ്റ്റ് കൊടുത്താലും ഗിഫ്റ്റിന്റെ കനം അനുസരിച്ച് ചിറി വിരിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഈ കാർട്ടൂണിൽ കാണുന്ന പോലത്തെ ചിരി കാണണമെങ്കിൽ ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം. ഈ ആന വാ തുറക്കുന്ന പോലത്തെ ചിരി കാണണമെങ്കിൽ വലിയ ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റിന്റെ കനം അനുസരിച്ചാണ് ചിലർക്ക് ചിരി വരുന്നത്. പിന്നെ ഗിഫ്റ്റിന്റെ വാല്യൂ അനുസരിച്ച് ചിരി വരുന്നവർ. നീ ഒരു എക്ലയേഴ്സിന്റെ മിഠായി കൊടുത്താലും നീ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അതിനൊരു ഭയങ്കര അക്സെപ്റ്റൻസ് ആയിരിക്കും. നീ ഒരു ഡയറി മിൽക്ക് കമ്പനി കൊടുത്തതിന് സമമായിരിക്കും. അറിയാവോ? അത് ചിലരുടെ ഒരു വല്ലാത്ത വൃത്തികെട്ട സ്വഭാവം കൂടിയാണ്. അങ്ങനത്തെ സ്വഭാവമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിയേക്കണേ. ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ ഇതിപ്പോ എനിക്ക് കിട്ടിയിട്ട് എന്തിനാ, ഇതിനേക്കാൾ നല്ലത് ഇവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിയേക്കുക. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതൊരു ഗിഫ്റ്റാണ്. അതൊരു സ്നേഹം നിങ്ങളോട് ഉള്ളത് കൊണ്ട് തന്നതാണ്. ആദ്യം നമ്മളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പിന്നെ വേറെ ചിലരുണ്ട്, ഗിഫ്റ്റ് അങ്ങോട്ട് കിട്ടുമ്പം പ്രൈസ് ടാഗ് നോക്കും. പ്രൈസ് ടാഗിനനുസരിച്ചായിരിക്കും ചിരി വരുന്നത്. ഇതൊന്നും പാടില്ല കേട്ടോ. വളരെ മോശം സ്വഭാവമാണ് അതൊക്കെ. നമ്മൾ അതിനകത്ത് നിന്നൊക്കെ പുറത്ത് വരട്ടെ. നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞു. അതിന് നമ്മളൊരു വില പോലും മുടക്കിയിട്ടില്ല. അതെന്റെ പരിശുദ്ധ ആത്മാവാണ്. അതിലും വലിയ ഗിഫ്റ്റ് ഒന്നും ഇനി പ്രൈസ് ടാഗ് നോക്കിയാൽ കിട്ടാനില്ലപ്പാ. മനസ്സിലായവർക്കായി സ്തോത്രം. ഓക്കെ, അപ്പോ ഇവിടെ 3 കാര്യം. 1, കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം. 2, അക്സെപ്റ്റൻസ് കിട്ടണം. 3, എന്റെ മനം തണുക്കണം. ഞാൻ അവിടെ കൊണ്ട് ഗിഫ്റ്റും കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പം അവിടുന്ന് ഞാൻ ചെയ്തതും ഞാൻ കൊടുത്തതും പറഞ്ഞതും പറയാത്തതും എല്ലാം കൂടെ കണക്കാക്കി കേട്ടുകൊണ്ട് വീട്ടിൽ വന്നിരുന്ന് കരയാൻ എനിക്ക് വയ്യ എൻ്റെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് എൻ്റെ മനം തണുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ശരിയാണ്, നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം എല്ലാം ചെയ്തിട്ട് വീട്ടിൽ വരുന്നതിന് മുന്നേ നമുക്കെതിരായിട്ട് ആലോചന ഉണ്ടാക്കി വെച്ച വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സെന്തോ ചെയ്യും? കരയും. അപ്പൊ എൻ്റെ മനസ്സ് തണുക്കാൻ നീ പ്രാർത്ഥിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയിട്ട് നമുക്കെതിരെ ആയുധം ഉണ്ടാക്കി എന്ന വാർത്ത കേൾക്കാൻ ഇടവരരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. ഗ്ലോറിയ ബഷതലബ, പോരാടണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതിനകത്തൊരു വിടുതൽ വേണോ? ഉറങ്ങിയാൽ പറ്റില്ല. പോരാടണം, പോരാടണം, പോരാടണം. അതിനാ യേശു എന്തോ ചെയ്തെന്നറിയാവോ? ഭ്രാന്ത് നിറഞ്ഞവർ എന്തും ചെയ്യുമെന്നറിയാന്നുള്ള യേശു എന്താ ചെയ്തേ? അവൻ രാത്രി മുഴുവനും ഈ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഇന്ന് വിശ്വാസമുള്ളവരെ നോക്കി ഞാൻ ആത്മാവിൽ പറയുക, സുഹൃത്തെ, നീ ഈ സാക്രിഫൈസ് ചെയ്യുന്നതിന് നിന്റെ ഉറക്കത്തിന്റെ സമയം, നിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം, നീ സാക്രിഫൈസ് ചെയ്യുന്നതിന് നിന്റെ സ്നേഹത്തിന്റെ ഒരു അംശം, നിന്റെ സൽസ്വഭാവം, നീ സാക്രിഫൈസ് ചെയ്യുന്നതിന് നിനക്ക് ദൈവം ഒരു പ്രതിഫലം തരാൻ പോവുക. നിനക്ക് ദൈവം ഒരു പ്രതിഫലം തരാൻ പോവുക സുഹൃത്തെ. നിനക്ക് ദൈവം ഒരു പ്രതിഫലം തരാൻ പോവുക. അവൻ രാത്രിയിൽ പ്രാർത്ഥന, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഇന്ന് ഈ സമയം പ്രാർത്ഥനയോടിരിക്കുന്ന ചിലരിലേക്ക് ദൈവം കടന്നു വരാൻ പോവുക. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് ചിലരുടെ ലൈഫിലേക്ക് എൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരാൻ പോവുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചു തുടങ്ങിക്കോ. കർത്താവ് നിന്നെ തൊടാൻ പോവുക കേട്ടോ.
ദൈവാത്മാവ് നിന്നെ തൊടാൻ പോവാ. വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവർ വിട്ടുകൊടുത്തിരിക്കണം. കർത്താവിന്റെ ആത്മാവ് നിന്നെ തൊടാൻ പോവാ. വിടുതൽ in the name of Jesus. പ്രാർത്ഥിച്ച് എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്. അന്യഭാഷകളിൽ in the name of Jesus. കർത്താവിന്റെ ദൂതന്മാർ നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം ചിലരുടെ ലൈഫിലേക്ക് ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് വെളിപ്പെടാൻ തുടങ്ങുന്നു. ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് വെളിപ്പെടാൻ തുടങ്ങുന്നുണ്ട്. നിന്നെ അക്സെപ്റ്റ് ചെയ്യിക്കാത്ത സ്പിരിറ്റിനെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. നിന്നെ അക്സെപ്റ്റ് ചെയ്യിക്കാത്ത സ്പിരിറ്റിനെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ചില കരങ്ങൾക്കകത്ത് പെട്ടുപോയ നിന്നെ പരിശുദ്ധാത്മാവ് പുറത്തെടുത്തുകൊണ്ടിരിക്കുക. ചില കരങ്ങൾക്കകത്ത് പെട്ടുപോയ നിന്നെ പരിശുദ്ധാത്മാവ് പുറത്തെടുത്തുകൊണ്ടിരിക്കുക. നീ ചെയ്യുന്നതെല്ലാം കുറ്റം വിധിക്കുന്നതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തെടുത്തുകൊണ്ടിരിക്കുക. നിന്റെ നന്മയ്ക്ക് ദൂഷണം വരുത്തുന്നതിനെ എല്ലാം ദൈവം പുറത്തെടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് നീ വിടുവിക്കപ്പെടുന്ന ഒരു ദിവസമാണ് സുഹൃത്തെ. ഇന്ന് നീ വിടുവിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. നിന്റെ ഭാഗ്യത്തിന് എതിർ നിൽക്കുന്നതിനെ എല്ലാം കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പിതാവേ, ഈ വചനം കേട്ടോണ്ടിരിക്കുന്നവരുടെ മേൽ സ്വർഗീയ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിച്ച് ഇവരുടെ വിടുതലിന് വിരോധമായി നിൽക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. പ്രാർത്ഥിച്ചേ കുടഞ്ഞു കളയാതിനെ. ആ നിനക്കെതിരെ നിൽക്കുന്നതിനെ, നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന കരത്തെ നീ കുടഞ്ഞു മാറ്റ. നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഫൈറ്റിനെതിരെ നീ പ്രതികരിക്കുക. അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുക. ദൈവം നിനക്ക് തന്നിട്ടുള്ള കൃപയ്ക്കൊത്തമാണ്. In the mighty name. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേലേക്ക് കർത്താവേ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത് പ്രാപിക്കാൻ കഴിയുന്നവർ വിട്ടുകളയരുത്. നിന്റെ ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള വിടുതലുകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്താൻ പോവുകയാണ്. നമ്മൾ ചിന്തിച്ചത് മൊത്തത്തിൽ 5 കാര്യങ്ങളാണ്. ഒന്ന്, പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 15:11-12 നമ്മൾ വായിച്ചതുപോലെ കരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടണം. 2, പ്രതികൂലമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രതികൂലാവസ്ഥ മാറി എന്നെ അക്സെപ്റ്റ് ചെയ്യണം, എൻ്റെ പ്രവർത്തികൾ അക്സെപ്റ്റ് ചെയ്യണം. 3, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടണം. 4, എന്നോടുകൂടെ നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കണം മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി. 5-ാമത്തെ കാര്യം യേശു ചെയ്തതാണ്. യഹൂദന്മാർ യേശുവിനെയും തൻ്റെ ശുശ്രൂഷകളെയും എങ്ങനെ ഒതുക്കിക്കളയാം, തന്നിലൂടെ നടക്കുന്ന വിടുതലുകൾ, തൻ്റെ പ്രാർത്ഥനയിൽ കൂടെ നടക്കുന്ന അത്ഭുതങ്ങളെ എങ്ങനെ തുടച്ചു മാറ്റാം എന്ന് ചിന്തിച്ച് അവർ ഭ്രാന്ത് പിടിച്ചവരെ പോലെ അവർ പലതും ചെയ്തപ്പോൾ യേശു ഒരു രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ദൈവത്തോടുകൂടെ രാത്രി കഴിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി കഴിയുന്നതോടുകൂടെ
പുതിയ അധ്യായങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ തുടക്കം കുറിക്കുകയാണ്. ആമേൻ പറയാൻ കഴിയുന്നവർ. നിന്റെ ശുശ്രൂഷയ്ക്ക് വ്യത്യാസം വരാൻ പോവുക ഈ രാത്രി കഴിയുമ്പോൾ. നിന്റെ ശുശ്രൂഷകൾക്ക് വ്യത്യാസം വരാൻ പോവുക ഈ രാത്രി കഴിയുമ്പോൾ. നിന്റെ പ്രാർത്ഥനകൾക്ക് വ്യത്യാസം വരാൻ പോവുക ഈ രാത്രി കഴിയുമ്പോൾ. നിന്റെ സമാധാനത്തിന് വ്യത്യാസം വരാൻ പോവുക ഈ രാത്രി കഴിയുമ്പോൾ. നിന്റെ വീട്ടിലുള്ളവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരാൻ പോവുക ഈ രാത്രി കഴിയുമ്പോൾ. നിന്റെ ജോലി മേഖലയിൽ വ്യത്യാസം വരാൻ പോവുക ഈ രാത്രി കഴിയുമ്പോൾ. നിന്റെ ഇൻകത്തിൽ വ്യത്യാസം വരാൻ പോവുക ഈ രാത്രി കഴിയുമ്പോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്കേ. നിന്റെ റിലേഷൻഷിപ്സിൽ ഡിവൈൻ കണക്ഷൻസ് ഉണ്ടാകാൻ പോകുകയാണ് ഈ രാത്രി കഴിയുമ്പോൾ. നിനക്കൊരു മെന്റർ ഇല്ല എന്ന ഒരു ദുഃഖം നിനക്കുണ്ടെങ്കിൽ നിന്റെ മെന്റാലിറ്റി തന്നെ മാറ്റി നിനക്കൊരു പരിശുദ്ധാത്മാവുണ്ടെന്ന ബോധ്യത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ പോവുകയാണ് ഈ രാത്രി കഴിയുമ്പോൾ. വിശ്വസിക്കുന്നവരുണ്ടോ ഇതിനകത്ത്? പ്രതികരിക്കുന്നവരുണ്ടോ ഇതിനകത്ത്? എങ്കിൽ സാത്താന്റെ കണ്ണ് പൊട്ടുന്നത് പോലെ നിങ്ങൾ ഫെയ്ത്ത് ആക്ഷൻസ് കാണിക്കുക. ഞാനത് വിശ്വസിക്കുന്നു എന്ന്. സാത്താൻ നിന്നെ തൊടാനൊക്കത്തില്ല കുഞ്ഞെ, നിന്നെ തൊടാനൊക്കത്തില്ല. നിനക്കെതിരെ എത്ര കൂറ്റം പദ്ധതികൾ അവൻ ഒരുക്കിയാലും, നിനക്കെതിരെ എത്ര പർവ്വത സമാനമായ നിലകളിൽ അവനും അവന്റെ അനുയായികളും നിരന്നാലും, പ്രാർത്ഥനയിൽ പോരാട്ട വീര്യമുള്ള നിന്നെ കെട്ടാൻ, തടയാൻ, തകർക്കാൻ ശത്രുവിന് കഴിയത്തില്ല. ഈ ഒരൊറ്റ ബോധ്യമാണ് പൗലോസിനെ ഭരിച്ചത്. ഈ ഒരൊറ്റ ബോധ്യമാണ് ദൈവപുത്രനെ ഭരിച്ചത്. അതുകൊണ്ട് ഒരു രാത്രി മുഴുവനും അവൻ പ്രാർത്ഥനയിൽ നേരം കഴിച്ചത്. ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇരുട്ടിന്റെ ശക്തികൾ ഇളക നിന്നെ ഉപവസിക്കാൻ അനുവദിക്കാത്ത, നിന്നെ പ്രാർത്ഥിച്ച് മുന്നേറാൻ അനുവദിക്കാത്ത, നിന്നെ ജയത്തിന്റെ അനുഭവത്തിലേക്ക് മൂവ് ചെയ്യാൻ സമ്മതിക്കാതെ നിന്നെ ലിമിറ്റഡ് ആക്കി കളയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ വചനത്താൽ വെട്ടുന്നു. ഡെലിവറൻസ്, 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 ഡെലിവറൻസ്. പ്രാർത്ഥിച്ചേ. എന്തോ ചിലത് ഭയങ്കരമായ ആത്മമണ്ഡലത്തിൽ നടക്കുന്നു. ഷിഫ്റ്റ് നടക്കുന്നു ആത്മമണ്ഡലത്തിൽ. അസാധാരണമായ നിലകളിൽ ഷിഫ്റ്റ് നടക്കുന്നു. ഇതുവരെ ഒന്നും ആയില്ലല്ലോ എന്ന ചില ചിന്തകളെ എന്റെ കർത്താവ് ക്യാൻസൽ ചെയ്യും. നിന്നെ അക്സെപ്റ്റ് ചെയ്യിക്കാത്ത, നിന്നെ അംഗീകരിക്കാത്ത, നിന്റെ പ്രവർത്തികളെ നിഷ്ഫലമാക്കി കളയുന്ന സകല ദുഷ്ടശക്തികളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ. നിന്നെ ഒരു പരാജയമാക്കി നിർത്തുന്ന, നിന്നെ ഒരു ലജ്ജാപാത്രമാക്കി നിർത്തുന്ന, നിന്റെ കഴിവ് പോലും നീ ഒരു പുരുഷനാണെന്നുള്ള ഒരു പരിഗണന പോലും ലഭിക്കാത്ത തരത്തിൽ നിന്നെ ആക്കുന്ന സകല തിന്മയുടെ ആധിപത്യങ്ങളും ഈസബേലിയ വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ബൈൻഡ് ചെയ്യുന്നു. Holy Ghost, shakata bo 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 rahaze la tarabo shake. Jesus, the Holy Ghost is moving. Jesus, yanteria. ഞാൻ അറിയുന്നു ആത്മാവിന്റെ അതിശക്തമായ ഒരു പ്രവാഹം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അതിതീവ്രമായി ഒഴുകുന്നത് എനിക്ക് എന്റെ സ്പിരിറ്റിൽ അനുഭവിക്കാൻ കഴിയുന്നു. ഒരസാധാരണമായ ഒഴുക്ക് നടക്കുകയാണ്. ഒരസാധാരണമായ വിടുതൽ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ആഴമേറിയ ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നു. വിടുതലുകൾ ഉണ്ടാകുന്നു. കൈവിഷങ്ങൾ ഇളകുന്നു. ആഭിചാരങ്ങൾ ക്യാൻസൽ ആകുന്നു. മന്ത്രവാദങ്ങൾ യേശുനാമത്തിൽ ക്യാൻസൽ ചെയ്തു. ഔട്ട്. ലഖാത ബോഖോ സാറ്റ
റെഖേബോഗോസിയ. സാത്താൻ നിനക്ക് വേണ്ടി ഒരുക്കിയ സകല വലക്കണ്ണികളും സ്വർഗീയ തീയാൽ ക്യാൻസൽ ആകുന്നു. Angels, 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 angels. Come on, come on, come on, come on. Rema mama mama shikena. Yehovah amdene. Oh, change. Power, power. Fire. തീ കത്തുന്നു പലരുടെ മേലും. ആ തീ കത്തുന്നു പലരുടെ മേലും. വ്യക്തമായി 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 തീ 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 കത്തുന്നു കത്തുന്നു. അസാധാരണമായ അഗ്നിയാൽ ആണലികൾ കത്തുന്നു, ആണലികൾ കത്തുന്നു. അസാധാരണമായ തീയുടെ ചൂടിൽ ആണലികൾ വെന്ത് വെണ്ണീറായി പോ. Hey, hey, Shakatayabu. The Holy Ghost is moving. Rikamana vasiyante. എല്ലാ സർപ്പ ശക്തികളും അഴിയട്ടെ. Rekababa shakatalaba. Labrakatalabu. Rekatalabubush. Lakatararabubushaka. Ratalarararabu. Satarabu. Bo satebo. Bo senetereli. Jesus. Oh, remanashire. Remate. Oh, remanashire. Jesus, Holy Amanase. Prividave. Thank you, Father. Thank you, my Jesus. Thank you, Holy Ghost. Oh, 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 Jesus. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. നൽകിയ വലിയ വിടുതലുകൾക്കായി സ്തോത്രം. കർത്താവേ, ഇവരെ മുറ്റുമായി ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ വചന സന്ദേശത്തിൽ അസാധാരണമായ വിടുതലുകൾ, ഡെലിവറൻസുകൾ ദൈവമേ ജനത്തിന് നൽകിയതിനായി സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിനെയും പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇരട്ടി അഭിഷേകത്തോടെ അനേകർക്ക് വേണ്ടി സ്വർഗം ഈ പ്ലാറ്റ്ഫോമിനെ ഓരോ ദിവസവും മുൻപിലോട്ട് നയിക്കണമേ. ദൈവിക സാന്നിധ്യം ഇതിനകത്ത് വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ മഹത്വം ഇതിനകത്ത് ഉണ്ടാകട്ടെ. അനേകായിരങ്ങൾ കൂടി വന്നവർ വിടുതൽ പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവാത്മാവ് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.